നമസ്കാരം, സോഡിയാക് ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം. കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയത്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത് വിലങ്ങാട് തിനൂർ വില്ലേജിലുള്ള വാളൂക്ക് എന്ന സ്ഥലത്താണ് പുള്ളിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. വിലങ്ങാട് ടൗണിൽ നിന്നും ഈ ചെറിയ പാലം കടന്ന് ഇടതുവശത്തെ റോഡ് വഴി 4.5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ വാളൂക്ക് എന്ന സ്ഥലത്തെത്താം. അവിടെ നിന്നും 1.5 കിലോമീറ്റർ ദൂരം പോയാൽ പുള്ളിപ്പാറയിൽ എത്തിച്ചേരാൻ കഴിയും. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഏവർക്കും ഒന്ന് സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പുള്ളിപ്പാറ. പുള്ളിപ്പാറ വ്യൂ പോയിന്റിലാണുള്ളത്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. ഇവിടെ ഫോറസ്റ്റുകാർ അനുവാദം കൊടുക്കാറില്ലെന്നാണ് നാട്ടുകാരനായ ടോമിച്ചൻ പറഞ്ഞത്. എങ്കിലും സഞ്ചാരികൾ ധാരാളമായി ഇവിടെ വരാറുണ്ട്. വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. സുരക്ഷാ വേലിയൊന്നും കിട്ടിയത് കണ്ടില്ല. അതുകൊണ്ട് ഇവിടെ വരുന്നവർ വളരെ സൂക്ഷിക്കുക. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് നടന്നിട്ട് തന്നെ നമ്മൾ വന്നിട്ടുള്ളത്. ഒരു 50 മീറ്റർ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടും വരണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, റിസ്ക്കുള്ള സ്ഥലമാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് വിലങ്ങാട് ബാബു വൈദ്യരുടെ വീടാണ്. അവരുടെ വീടിൻ്റെ പുറകുവശത്താണ് പുള്ളിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് വിലങ്ങാടുള്ള പുള്ളിപ്പാറ. നമ്മളിപ്പോൾ നിൽക്കുന്ന വിലങ്ങാട് വൈദ്യരുടെ വീട്ടിൻ്റെ ബാക്ക് വശത്തു നിന്നാണ് അതിൻ്റെ വ്യൂ കാണുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഈ വീഡിയോ എടുക്കണം. ഓക്കെ. നമ്മളിപ്പോൾ വാളൂക്ക് എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വാളൂക്ക് നിന്ന് 1 കിലോമീറ്റർ മുകളിലോട്ട് പോയാലാണ് പുള്ളിപ്പാറ. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കണ്ടിട്ട് നമുക്ക് വരാം. ഓക്കെ. ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പുള്ളിപ്പാറയിലേക്ക് പോകേണ്ട വഴി. മുട്ടക്കാരി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ റൈറ്റ്. വണ്ടി നമ്മളിവിടെ വെച്ചിട്ട് ഒരു 1/2 കിലോമീറ്റർ നടന്നതിന് ശേഷം ഒരു 50 മീറ്റർ താഴോട്ടേക്ക് ഇറങ്ങിപ്പോയാലാണ് പുള്ളിപ്പാറ വ്യൂ പോയിന്റ് കാണാൻ കഴിയുക. വണ്ടി കുറച്ച് താഴെ വെച്ചിട്ട് ഇങ്ങനെ നടക്കണം. കുറച്ച് വളരെ മോശം റോഡാണ്, ടാറൊന്നും ചെയ്യാത്ത. ഇതാണ് വഴി. ബൈക്കിലാണ് വന്നത്. ബൈക്ക് താഴെ വെച്ചിട്ടാണ് നടന്നു വന്നിട്ടുള്ളത്. ഓക്കെ. ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം നടക്കണം എന്നാണ് പറഞ്ഞത്. 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുന്നുണ്ട്, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഒന്ന് വ്യൂ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് കണ്ടിട്ട് എനിക്ക് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ നടന്നിട്ട് ഏകദേശം പുള്ളിപ്പാറേൻ്റെ അടുത്ത് എത്തേണ്ടിട്ട് ഇവിടെ വഴിയുണ്ട്. ഒരു റൈറ്റിലേക്ക് നമ്മൾ വരുന്നതിന് വലതുവശത്തോട്ട് ഇറങ്ങിയിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. നമ്മൾക്ക് പുള്ളിപ്പാറയിലേക്ക് പോകാനുള്ള വഴി. നമ്മൾ കുറച്ച് നടന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഐഡൻറ്റിറ്റി ഈ പാറയുണ്ട്. ഈ പാറയും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഷെഡുണ്ട്. നീല ഷീറ്റെല്ലാം വിരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ വഴിയാണ് താഴോട്ട് ഇറങ്ങിപ്പോയാലാണ് പുള്ളിപ്പാറ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നമുക്ക് വരാം. ഓക്കെ. നമ്മൾ ഇപ്പോൾ പുള്ളിപ്പാറ ഓടിയിട്ട് താഴോട്ട് ഇറങ്ങി വരുന്നതിന് നമ്മൾ ടോമിച്ചാനെ കണ്ടത്. അപ്പോൾ അത് റബ്ബറെല്ലാം വെട്ടിയിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ തീർച്ചയായും കുറേ നിങ്ങൾ തുടങ്ങിയിട്ട് ഈ ഇതിപ്പം 10-30 വർഷം കഴിഞ്ഞതാണ് ടാപ്പിങ് തുടങ്ങിയിട്ട്. ഓക്കെ. അപ്പോൾ അത് ആദ്യം മുതലേ ടാപ്പിങ് മോശമാണെങ്കിൽ ഒരു 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം മാക്സിമം വെട്ടി കഴിഞ്ഞാൽ ഇത് 30-35 വർഷം ശരിക്കും ടാപ്പ് ചെയ്തിട്ട് ഇപ്പം ഷോർട്ടർ എടുത്തിരിക്കുന്നതാണ്. ഇത് എല്ലാ ദിവസവും റബ്ബർ ഇങ്ങനെ ഞങ്ങൾ വെട്ടും ഇത് പാല് കലക്കി? ഞാനിത് 3 ദിവസം എടുത്തിരിക്കുന്നതാണ്. ഷോർട്ടർ കൊണ്ട് ഉള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഇത് മരം അടക്കം എടുക്കും. ഇതിപ്പോൾ മരുന്നൊക്കെ തേച്ച് കുറച്ച് വെട്ടിയാൽ ഇതിൻ്റെ 2ാമത്തെ ട്രിപ്പാണ് പാലെടുക്കുക. ഇത് 2ാം ട്രിപ്പാണ്. രാവിലെ ഒരു ട്രിപ്പ് പാലെടുത്ത് പോയത്. ഓക്കെ. ഇതിന് വീഴ്ച നിൽക്കില്ല. ഇപ്പോൾ 3 ദിവസം കൂടി ഞാൻ കളക്ട് ചെയ്ത പാല് എന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരമായിട്ട് എടുക്കുക? അല്ലല്ല, രാവിലെ ഉച്ചയ്ക്കായിട്ട് എടുക്കും. ഓക്കെ. ഇത് നിങ്ങൾ എന്നിട്ട് എവിടത്തേക്കാണ് കൊടുക്കുന്നത്? ഇത് ഞങ്ങൾ ഷീറ്റാക്കിയിട്ട് മാർക്കറ്റിൽ കൊടുക്കുക.
അവിടുന്ന് തന്നെ അവർ കളക്ട് ചെയ്തിട്ട് പോകും. അവരങ്ങനെ വന്ന് കോഴിക്കോട് എവിടത്തേക്ക് ഇത് പോകുന്നത്? മദ്രാസ് ആണോ? ഇത് പിന്നെ ഈ MRF മദ്രാസ് അവിടത്തേക്കാണ് പോകുന്നത്. അവിടത്തേക്ക് പോകും. ഡയറക്റ്റ് ആണ് ഇവിടുന്ന് കോഴിക്കോട് പോകും. അവിടുന്ന് ആണ് എല്ലാം മെയിനായിട്ട് മദ്രാസ്. മെയിനായിട്ട് ഇവിടുന്നുള്ള കണക്ഷൻ ഫുള്ള് കോഴിക്കോട്. കോഴിക്കോട് പോയിട്ട് ആടുന്നു. പിന്നെ അങ്ങോട്ട് അവിടെ നിന്നായിരിക്കും പോകുന്നത്. നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്നു. അല്ല ഈ പുള്ളിപ്പാറ എങ്ങനെ കുറെ താഴോട്ട് പോകണോ? അങ്ങനെ പുള്ളിപ്പാറയ്ക്ക് ഇവിടുന്ന് ഒരു 50 മീറ്ററോടൊക്കെ പറഞ്ഞാൽ പുള്ളിപ്പാറ. സ്ഥലം എങ്ങനെയുണ്ട്? നല്ല സ്ഥലം, കാഴ്ചക്ക് നല്ല വ്യൂസ് ഉള്ള സ്ഥലം. ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങോട്ട്? ആൾക്കാർക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷേ ഇത് പെർമനന്റ് പിന്നെ പെർമിറ്റ് ഇല്ല, ഫോറസ്റ്റിന് എതിരാണിത്. അങ്ങനെയുണ്ട്. പുള്ളിപ്പാറ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നിരോധിച്ചിരിക്കുന്നതാണ്. കാരണം അവിടെ അപകടം പിടിച്ച സ്ഥലമാണ്. പിള്ളേര് മുകളിൽ ചെന്നിട്ട് കല്ലൊക്കെ എടുത്ത് താഴെ ആൾക്കാരുണ്ട്. ഇപ്പം വൈദ്യരുടെ വീട്ടിൻ്റെ അടുത്ത് വൈദ്യരുടെ വീട് അവരുടെ പറമ്പാണ് അതിൻ്റെ അടിയിലോട്ടുള്ളത്. താങ്ക് യു വെരി മച്ച്. നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. റബ്ബർ നമ്മുടെ റബ്ബർ മരത്തിൽ നിന്ന് പാലിങ്ങനെ ഉറ്റിയിട്ട് ആ പാത്രത്തിലേക്ക് ചിരട്ടയിലേക്ക് വീഴുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇങ്ങനെയാണ് റബ്ബർ ഇതിലേക്ക് ഉറ്റി വിട്ട് ഇതാവുന്നത്. നമ്മൾ ആ ടാപ്പിങ്ങിൻ്റെ അതിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കുള്ള വഴി കുറച്ച് ഇറങ്ങി വരണം. അപ്പോൾ ഇത് ഈ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെയും ലെഫ്റ്റിലേക്ക് ഇതാ അങ്ങോട്ട് കയറിയിട്ട് താഴെ ഇറങ്ങിയിട്ടാണ് പോകേണ്ടത്. ഒരു കൺഫ്യൂഷനുള്ള സ്ഥലമാണ് ഇത്. ഫോട്ടോ എടുക്കുന്ന അശ്വിനാണ്. അത് ഫോട്ടോയിലേക്ക് ഇതാണ് ദൃശ്യങ്ങൾ. ഒരുപാട് മലനിരകൾ ഇങ്ങനെ ദൂരെ കോടയെ പതിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ താഴെ ഇതാ ഇതിൻ്റെ വ്യൂ കണ്ട നമ്മൾ വിലങ്ങാട് വൈദ്യരുണ്ട്, ബാബു വൈദ്യരുടെ വീടാണ് നമ്മൾ ആ താഴെ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു വ്യൂ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ ബാക്കിൽ മുകളിലായിട്ടാണ് ഈ പുള്ളിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ സ്ഥലമാണ്, നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ. പക്ഷേ റിസ്ക്കാണ് ഇവിടെ വന്നിട്ട് നിൽക്കുന്ന വ്യൂ പോയിൻ്റെല്ലാം കുറച്ച് ശ്രദ്ധിക്കുക. അധികം ആരും അങ്ങോട്ട് അറ്റത്തൊന്നും പോയിട്ട് റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഇത് കാറൊന്നും എടുത്തിട്ട് വരാൻ പറ്റില്ല, ഓഫ് റോഡാണ്. ഓഫ് റോഡ് വണ്ടിയോ അല്ലെങ്കിൽ ബൈക്കോ. നമ്മൾ ബൈക്കിലാണ് വന്നിട്ടുള്ളത്. റോഡൊന്നും വലിയ ടാർ ചെയ്ത റോഡൊന്നുമില്ല. അവിടുന്ന് പിന്നെ ഒരു 50 മീറ്റർ താഴോട്ട് ഇറങ്ങി വരണം നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഇതാണ് പുള്ളിപ്പാറ വ്യൂ പോയിൻ്റാണ് ഇത്. ഇവിടെ നിന്ന് നമ്മളെ നല്ല പ്രകൃതിയുടെ നല്ല പച്ചപ്പ് വിരിച്ച സ്ഥലങ്ങളാണിത്. നല്ല മലനിരകൾ, ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. നല്ല മൂടൽ മഞ്ഞ് കോടയാണ് കാണുന്നത്. ഒരു ഡാർക്ക് ഫീലിംഗ് ഉള്ളത്. നല്ലൊരു വ്യൂ ആണ്. ഇവിടെ സ്റ്റാർട്ടിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റൈറ്റിലേക്ക് ഇറങ്ങി വരട്ടെ. റൈറ്റിലേക്ക് അതിലൂടെ ഒരു 50 മീറ്റർ താഴോട്ട് ഇറങ്ങിയാലാണ് ഈ ഒരു സ്ഥലം. റൈറ്റിൽ ഇറങ്ങി ലെഫ്റ്റിലേക്കുള്ള വഴി ചെറിയ വഴിയാണ്. അത് നോക്കിയിട്ട് വരിക. ഒരു 50 മീറ്റർ ചുറ്റളവിലാണ് കിടക്കുന്നത്. മെയിൻ റോഡല്ല, ചെറിയ പോക്കറ്റ് റോഡ്. നല്ല സ്ഥലമാണ്.
നമ്മളെ മൊത്തം നല്ല വ്യൂസ് ആണ് ഉള്ളത്. പിന്നെ ഫാമിലി ആയിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കഴിഞ്ഞും കുട്ടികളൊന്നും കൂട്ടിയിട്ട് വരാണ്ട് നോക്കും ഈ ഒരു സ്ഥലത്തേക്ക്. ഒരു അഡ്വഞ്ചർ ഇതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നതൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറച്ച് നടന്നിട്ടെല്ലാം നല്ല വരാം കാട്ടിൻ്റെ ഉള്ളിലൂടെ. ഓക്കെ, നമ്മൾ ഉച്ചയ്ക്ക് ഈ ഹോട്ടലിൽ വന്നാണ് ഭക്ഷണം കഴിച്ചത്. നല്ല രുചിയുള്ള നാടൻ ഊണാണ് ഇവിടുത്തെ. പുഴമൂലയുള്ള ഈ തട്ടുകടയിൽ നിന്ന് ചായയും കുടിച്ച് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് യാത്രയായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയത്. കാണാം നല്ല വീഡിയോവുമായി. താങ്ക് യു.